ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് വലിയ ഗ്യാപ്പ് അപ്പാണ് വന്നിട്ടുള്ളത്. 22,700 മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 22,899 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡേ ഹൈ റീടെസ്റ്റ് ചെയ്ത് ചെറിയൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഇതുവരെയുള്ള ഡേ ലോ 22,809, ഡേ ഹൈ 22,903.95 ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു 22,300 ലെവൽ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് ആ ഒരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. 22,700 ലെവൽ എന്നാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 22,700 ലെവലിന് താഴെ ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുൾ ബാക്ക് വന്നു 22,700 റീടെസ്റ്റ് ചെയ്തതിന് ശേഷം 700 ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഡൗൺ ആയി 22,300 ലെവലിലേക്ക് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് 22,331.40 ആണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. 567.60 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആ ഒരു 900-ൻ്റെയും 800-ൻ്റെയും ലെവലിൻ്റെയും ഈ രണ്ട് ലെവൽസിൻ്റെ ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 700 ലെവലിലേക്ക് അല്ലെങ്കിൽ 750 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ 900 ലെവൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് വാച്ച് ലിസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. 23,300 ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 23,350യും നമുക്കൊന്ന് ആഡ് ചെയ്ത് വെക്കാം. ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 22,750 ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല എൻട്രീസ് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രേഡ്സ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. $22,903 ഡേ ഹൈയിലേക്കാണ് വന്നിട്ടുള്ളത് സ്പോട്ട് ലെവൽ.
നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമുക്ക് ട്രേഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ട്രേഡിംഗ് റേഞ്ചിലല്ല മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ഈ ഒരു 22,900 അതുപോലെ തന്നെ 22,800 സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റിവേഴ്സൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നോക്കാം. എന്തായാലും ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 22,750 ലെവൽ 700 ലെവൽസൊക്കെയാണ് സപ്പോർട്ടായിട്ട് വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. Yes, 22,900 937.65 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഡൗൺ ആവുന്നുണ്ട്. നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 22,400 ആണ് നമുക്ക് എടുക്കാൻ പറ്റിയൊരു റേഞ്ചിലുള്ളത്. യെസ്, ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. പക്ഷേ മൊമെൻറ്റം വരാൻ പോകുന്നേ ഉള്ളൂ. കപ്പിൾ ഓഫ് എൻട്രീസ് എടുത്തിട്ടുണ്ട് എന്തായാലും. പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ലേറ്റായോ എന്നൊരു സംശയമുണ്ട്. സംവേർ അറൗണ്ട് 130s കിട്ടുമായിരുന്നു, 135 അറൗണ്ട് കിട്ടുമായിരുന്നു. ബട്ട് നമ്മളത് ഇനി നോക്കിയിട്ട് കാര്യമില്ല. യെസ്, മൊമെൻറ്റം വരുന്നുണ്ട്. യെസ്, നമുക്കൊരു 160 ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അത്രയും പൊട്ടൻഷ്യൽ അതിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 22,700 ഫോളോ 750 ഡേ ലോ പിന്നെ 750 അതുപോലെ തന്നെ 700 ഈ ലെവൽസൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽസിലേക്ക് വരൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ബെയർ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആവുക. ഇനി അഡീഷൻ ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. മൊമെൻറ്റം ഉണ്ടെങ്കിൽ നമുക്ക് 2 ലോട്ട് നല്ല തന്നെയാണ്. ബട്ട് മൊമെൻറ്റം വന്നിട്ടില്ലെങ്കിൽ റിസ്കി ആവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 2 ലോട്ട്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 150 ലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് റിസ്ക് ഉണ്ട്. ഓപ്പൺ നേക്കഡ് ട്രേഡ്സ് ആണിത്. എന്തായാലും ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 400-500 റുപ്പീസ് പ്രോഫിറ്റിലാണ്. നമുക്ക് 160, 170 ലെവൽ അതുപോലെ തന്നെ കപ്പിൾ ഓഫ് ലോട്ട്സ് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കാം. $150+ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രേഡ്സ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും തോറും നമ്മുടെ ട്രേഡ്സ് ചിലപ്പം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം വരുന്ന ട്രേഡ്സ്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ട്രേഡ്സ് മാക്സിമം റൈഡ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നല്ല ട്രേഡ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ നമ്മൾ എല്ലാ ട്രേഡും എങ്ങനെയാണോ ലോസ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നല്ല ട്രേഡ് ആണെങ്കിൽ അതിൽ മാക്സിമം ബെസ്റ്റ് പെർഫോമൻസ് അതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണെന്ന്. അപ്പോൾ ഇപ്പോഴും മൊമെൻറ്റം പിക്ക് ചെയ്തിട്ടില്ല നമ്മുടെ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 160 വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മൊമെൻറ്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ട്രേഡ് സേഫായി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതുവരെ അതിൻ്റെതായ റിസ്ക് ഈ ഒരു ട്രേഡിലുണ്ട്. ഇപ്പോൾ ഒരു ഡേ ലോ ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. അതിൻ്റെ ഒരു പ്രഷറാണ് ഇപ്പോൾ നമുക്കൊരു
സെല്ലിംഗ് പ്രഷറായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കോസ്റ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബ്രേക്ക് ചെയ്ത് 160 വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഏർലി എൻട്രി നമ്മൾ കപ്പിൾ ഓഫ് ലോട്ട്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ എടുക്കാൻ പറ്റാറ്, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ശേഷം മാത്രമേ എടുക്കാൻ പറ്റാറുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. എന്തായാലും കുറച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 160 ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ട്രേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡേ ലോ വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബ്രേക്ക് ചെയ്താൽ ഹോൾഡ് ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 160 ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ട്രേഡ്സ് കുറച്ച് ക്രിട്ടിക്കലായിരിക്കും. യെസ്, 160ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ലോ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു പുൾ ബാക്കിന് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആണോ തരാൻ പോകുന്നത്? യെസ്, 158. വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഈസി ആയിട്ടത് പ്രോഫിറ്റിലേക്ക് വരാൻ സാധ്യത കുറവാണ്. നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ളത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. 160 ഒരു പ്രൈസാണ്. അത് 160, 161 ആണ് ഒരു പ്രൈസ്, ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോഴും നേക്കഡ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് 2000, 3000 പ്രോഫിറ്റ് കാണിച്ചിട്ട് അത് ബാക്ക് ടു ലോസിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് ഒരു മൊമെൻറ്റം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും അതിനുണ്ട്. അപ്പോൾ നമ്മൾ 2 ലോട്ട് എടുത്തു, അതിനെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, 160 ബ്രേക്ക് ചെയ്യൂ. 170 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്, 170.10. ബെസ്റ്റ് പ്രൈസ് 170 ആണ്. 160 ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ഇത് വളരെയധികം പൊട്ടൻഷ്യലുള്ളൊരു ട്രേഡായിരിക്കാം ഒരു പക്ഷേ. അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതൊരു ആവശ്യമുണ്ട്. കാരണം ഫസ്റ്റ് ട്രേഡാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡേയിലോ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ എന്തായാലും ഒരു പുൾ ബാക്ക്, യെസ്, 160 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോൾ ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. $59 ആണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും അത് പുൾ ബാക്ക് വരാം, സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്യാം, എന്നുള്ള പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ബെസ്റ്റ് പ്രൈസ് 160, 170 ഡേ ഹൈ വരാൻ ഇനിയും സമയം എടുത്തേക്കാം. കാരണം അതിനിടയിൽ നമുക്ക് 160 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ കൂടിയുണ്ട്. മേ ബി അത് റൈറ്റ് അവേ ബ്രേക്ക് ചെയ്ത് വന്നേക്കാം. അല്ലെങ്കിൽ 160 എങ്ങനെയാണ് അത് 160 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ഡീൽ ചെയ്യുന്നത് അതുപോലെ, അല്ലെങ്കിൽ അവിടെ എത്രമാത്രം ബൈയിങ് പ്രഷർ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഡിസൈഡിങ് ഫാക്ടർ. ഇപ്പോൾ ആ ഒരു ഡേ ലോ ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷറാണ് നമുക്ക് കാണുന്നത്. പ്രഷറാണ് നമുക്ക് ഓവറോൾ ഈ ഒരു ട്രേഡ് എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. കാരണം റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് എപ്പോഴും ഒരു പുൾ ബാക്ക് വരും. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് കോൾ ഓപ്ഷനിൽ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു റിവേഴ്സൽ സൈന് നമുക്ക് കാണുന്നുണ്ട്.
കാരണം അതിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പുൾ ബാക്ക് വന്നിട്ടില്ല ആ ഒരു ട്രേഡിൽ. അപ്പോൾ അത് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നൗ ഇത് ലോസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി എത്രത്തോളം ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് റിസ്കി പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. 160 വന്നില്ല, ഓൾമോസ്റ്റ് 159 ആണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 160 വന്നു, പക്ഷേ നമ്മൾ ടാർഗറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. നമ്മളൊരു 2K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 145.25 നമ്മൾ എടുത്തു. ഡേ ലോ വന്നിട്ടുള്ളത് 125.20. ഇപ്പോൾ ഒരു ന്യൂ ഡേ ലോ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡേ ലോയിലേക്ക് ഫോൾ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറൗണ്ട് 2000 പ്രോഫിറ്റ് എന്നത് 2000 ലോസിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡേ ലോ വന്നതുകൊണ്ട് മാത്രം ഈ ഒരു ട്രേഡ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതായത് ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ലോട്ട് സൈസ് ആവറേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് കാരണം ലോവർ ലോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇത് മാക്സിമം ഡീപ്പിലേക്ക്, എത്ര ഡീപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ അത്രയും പോയതിന് ശേഷം നമുക്ക് ഇതിൽ ലോസ് വേറേണ്ടി വരും. ഇപ്പോഴും ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യണം കോൾ ഓപ്ഷനിൽ. അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. എങ്കിലും ഡേ ലോ ലെവലിൽ നിന്ന് കൃത്യമായിട്ടൊരു റിവേഴ്സൽ സൈൻ തന്നിട്ടാണ് ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു റിവേഴ്സൽ സൈൻസ് വരികയാണെങ്കിൽ, അത് കൺഫേം ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുട്ട് ഓപ്ഷനിൽ ആവറേജ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്കൊരു 2.5K അറൗണ്ട് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ലോട്ട്സ് തന്നെയാണ് നമ്മളിപ്പം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കപ്പിൾ ഓഫ് ലോട്ട്സ് ആഡ് ചെയ്യാം. കുറച്ച് റിസ്കി പൊസിഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്യും തോറും അതിൻ്റെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. 4 ലോട്ട് 139 ആവറേജ് പ്രൈസ്. സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ലെവലിൽ നിന്നാണ് അത് ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നത്. ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫോളോ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാം. 2.2K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് റിസ്ക് ഉണ്ട്. നമുക്ക് 160 തന്നെയാണ് ടാർഗറ്റ്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഫോൾ വരികയാണെങ്കിൽ നമുക്ക് ലോസ് വരേണ്ടി വരും. ഒരു 8 to 10K ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ കുറവ് ലോസിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് റിസ്കിയാണ്. ഇപ്പോൾ 3K ലോസിലേക്ക് വന്നു കഴിഞ്ഞു ഓൾമോസ്റ്റ്. ബട്ട് വെയിറ്റ് ചെയ്യാം, എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 4 ലോട്ട്സ് 139 ആവറേജ് പ്രൈസ്. ലെറ്റ്സ് വെയിറ്റ്. നമ്മളൊരു 3000 റുപ്പീസ് ലോസിലാണ്. 4K ലോസ് വരെ പോയിട്ടുണ്ടായിരുന്നു. 4.5K ലോസ് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു റിസ്കി പൊസിഷനിൽ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡേ ലോ ബ്രേക്ക്, ലോവർ ലോ വന്നു കഴിഞ്ഞു. പ്രീമിയം DK ആണ് കാണുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ്. ഡേ ഹയർ ലെവൽ റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡേ ഹൈ ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നു. അത് റീടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഫർദർ ഡൗൺഫോൾ വരികയാണ് പുട്ട് ഓപ്ഷനിലെങ്കിൽ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ ആവറേജ് പ്രൈസ് 139ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടത് 135 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുട്ട് ഓപ്ഷനിലൊരു പ്രോഫിറ്റ് വരുമെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഓൾമോസ്റ്റ് 4.5K അറൗണ്ട് വന്നപ്പോൾ ലോസ് ബെയർ ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. ഫർദർ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ലോസ് ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ അത് ആ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് ഫോം ചെയ്തിട്ട് ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു പുൾ ബാക്ക് എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അത് കൺഫേം ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലോ വന്നിട്ടുള്ള പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ 135 ലെവൽ ബ്രേക്ക് ചെയ്യണം. നമ്മളിപ്പോൾ 127, 28 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട് 160 ലെവലിലേക്ക്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് എഗെയിൻസ്റ്റ് വരുവാണെങ്കിൽ ഒരു 5K 6K ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും ഈ ഒരു ട്രേഡിൽ. ഇപ്പോൾ 3K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ളൊരു പ്രഷറുണ്ട് ഈ ഒരു ട്രേഡിൽ. നമ്മൾ നേക്കഡ് പൊസിഷനാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ ഡിസിപ്ലിനോടുകൂടി ഇത് ഹോൾഡ് ചെയ്യാം. ഫർദർ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഹയർ ലോ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്കങ്ങനെ ചെറിയ ലോസ് ചെറിയ പ്രോഫിറ്റ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ആ ഓവറോൾ ട്രേഡ് ഏതർ ആ ഒരു ട്രേഡ് ശരിയാവുക അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് മിസ്റ്റേക്ക് ആവുക അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആവുക എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഫിയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ആ ഒരു ഡിസിപ്ലിനോടുകൂടി ഹോൾഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു 130, 128 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 128 ലെവലിലൊരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. അതേസമയത്ത് ഒരു ബൈയിങ് പ്രഷർ നമുക്ക് സ്പോട്ടിലുണ്ട്. സ്പോട്ടിൽ അഗെയിൻ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. സ്പോട്ട് ലെവൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡേ ലോ ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഹൈ ഫോം ചെയ്തു. അതിനുശേഷം ഒരു ഡേ ലോ ലെവൽ റീടെസ്റ്റോ ബ്രേക്കോ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അത് റീടെസ്റ്റ് ബ്രേക്കും ചെയ്യുന്നതിന് പകരം ഒരു ഹയർ ലോ പോലെ ഫോം ചെയ്തിട്ടാണ് ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു കൺസോൾട്ടേഷന് ശേഷം ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മേ ബി ഇവിടെ നിന്നായിരിക്കും ഒരു റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ 135 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 135 ലെവൽ വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും വരിക. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 4.5K ലോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഒരു 50% ലോസ് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഗ്രസീവ്ലി ആഡ് ചെയ്ത് ആവറേജ് പ്രൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വലിയ വോള്യത്തിൽ ചെയ്യാനുള്ളൊരു ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ ഒരു പൊസിഷനിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ട്രേഡിൽ സ്റ്റിക്ക് ചെയ്യുക വിത്ത് ഡിസിപ്ലിൻ. എന്നാൽ മാത്രമേ നമുക്ക് അത് റിസ്ക് കുറയ്ക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂ. മേ ബി പ്രോഫിറ്റിലേക്ക് വരുമായിരിക്കും, പക്ഷേ നമുക്ക് ആ ഒരു റിസ്ക് നമ്മൾ എടുക്കേണ്ടത് കൂടിയിട്ട് പ്രോഫിറ്റിലേക്ക് വരുന്നത് നമുക്ക് എത്രത്തോളം ബെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിലാണ് ഇവിടുത്തെ ഒരു ഓവറോൾ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫേവറബിളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 135 ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 135 വൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. പിന്നെയാണ് മൊമെൻറ്റം വരാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു റിവേഴ്സൽ സൈൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 2 ലോട്ട്സ് കൂടി ആഡ് ചെയ്തത്. 133 ലെവലിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ ഇതുവരെയുള്ള ഡേ ലോ 121.15 ആണ് ഡേ ലോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫോൾ വരാനുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പം കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ആ ഡേ ലോ ലെവൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ 135 ബ്രേക്ക് ചെയ്യാണ്. നമുക്കത് സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോൾ ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഫോളായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 22,700 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വരാനായിട്ട് നമുക്കിപ്പോൾ ഒരു ലോവർ ലോ ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് വരുള്ളൂ. അതുപോലെ തന്നെ 135 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. 136 ലെവൽ വന്നെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടില്ല. സ്റ്റിൽ ആ ഒരു 135 ലെവലിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22,400 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ 160 വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു റെസിസ്റ്റൻസ് ലെവൽ വരാതെ റിവേഴ്സലായിട്ടുണ്ടെങ്കിൽ അത് ലോവർ ലോ ഫോം ചെയ്തിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു കൺഫർമേഷനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. 135 ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 160 ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചാൻസസ് അങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമുക്കിപ്പോൾ 1000 താഴെ വന്നിട്ടുണ്ട് ലോസ്. യെസ്, 700 റുപ്പീസ് ലോസാണ്. നമ്മൾ 4.5K ലോസ് എന്നാണ് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് 145 ലെവലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. അടുത്ത അഡീഷനുള്ള കൺഫർമേഷൻ കിട്ടുമോ നമുക്ക് നോക്കാം. മേ ബി കോസ്റ്റിന് എബവ് ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പിരമിഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പലപ്പോഴും ആഡ് ചെയ്തിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. ബട്ട് നമ്മളിതൊരു ഫസ്റ്റ് എടുത്ത ട്രേഡാണ്. അപ്പോൾ നല്ലൊരു അനാലിസിസിലാണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ എൻട്രി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതിനെ മാക്സിമം നല്ലൊരു പ്രോഫിറ്റ് ചെയ്ത് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓൾറെഡി നമ്മൾ 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ട്രേഡ്സിലായിട്ട് പറയുന്നുണ്ട് 4 ലോട്ട്സ് പ്ലാൻ ചെയ്യണമെന്ന്. പക്ഷേ നമുക്കത് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് വരുമെന്നല്ല. പക്ഷേ 135 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പിരമിഡ് ചെയ്ത് എത്രത്തോളം ഇത് റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലോവർ ലോ സ്പോട്ട് ചാർട്ടിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡൗൺഫോൾ കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും ഒരു 30 സെക്കൻഡ്സ് ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട്. അതൊരു വലിയൊരു സമയം തന്നെയാണ്. 30 സെക്കൻഡ്സിൽ പല രീതിയിലുള്ള വലിയ മൂവ്മെൻറ്റ്സും നമ്മൾ 5 സെക്കൻഡ്സിലും 10 സെക്കൻഡ്സിലും തന്നെ സ്പൈക്ക് ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. 135+ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, സ്പോട്ട് ചാർട്ടിൽ ഒരു ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. യെസ്, അതൊരു പോസിറ്റീവ് സൈനാണ്. നമുക്ക് മൊമെൻറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. ഡേ ലോ ലെവൽ റീടെസ്റ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൾ ഓപ്ഷനിൽ. ഓൾറെഡി ഡേ ലോ ലെവലൊന്ന് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലെവലിലൊരു പ്രീമിയം DK ഇപ്പോൾ പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. പുട്ട് ഓപ്ഷനും ഡേ ലോ ലെവലിൽ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ലോവർ ലോ വന്നതുകൊണ്ട് തന്നെ പുൾ ബാക്ക് വന്ന് ലോവർ ഹൈ ഫോം ചെയ്യേണ്ടതുണ്ട് സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ 1K ലോസിലാണ്. 1Kയുടെ താഴെയാണ് നമ്മുടെ ലോസ്. 135 ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ ആയിട്ട് മാറിയിട്ടുണ്ട് 135 ലെവൽ. മേ ബി 135 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും 128 ലെവലിൽ മറ്റൊരു സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് ലെവലായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് അതുപോലെ തന്നെ 135 ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൗൺഫോൾ കിട്ടുമോ നോക്കാം. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് 139. വെരി ഗുഡ് സൈനാണ്. ഡേ ലോ ലെവൽ കോൾ ഓപ്ഷനിൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഫോൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്പോട്ടിൽ ഡേ ലോ ലെവലും ഇപ്പോൾ 139.90 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആസ് ഓഫ് നൗ പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ബാക്ക് ഇൻ ഗ്രീൻ. ബട്ട് ലോവർ ലോ വന്നതുകൊണ്ട് തന്നെ ലോവർ ഹൈ ഫോം ചെയ്തിട്ട് ഫോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മൾ 140 ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കപ്പിൾ ഓഫ് ലോട്ട്സ് കൂടി ആഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിനാണ് ഞാനിപ്പം യെസ്, നമുക്കൊരു 2 ലോട്ട് കൂടി ആഡ് ചെയ്യാം. 1 ലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ലോട്ട് മേ ബി ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 141 ആഡ് ചെയ്തിട്ടുള്ളത്. 139.57 ആവറേജ് പ്രൈസിൽ മച്ച് ഡിഫറൻസ് വന്നിട്ടില്ല. അതിന് കാരണം അറൗണ്ട് കോസ്റ്റ് തന്നെയാണ്. നമ്മൾ 439.41 എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ആവറേജ് പ്രൈസിൽ മച്ച് ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കോസ്റ്റ് തന്നെ ആഡ് ചെയ്ത പോലെയാണുള്ളത്. ഇപ്പോൾ 5 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 325 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. 65 ഒരു ലോട്ടെങ്കിൽ 5 ലോട്ട്. നമ്മൾ 5 ലോട്ട്സ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഈ അടുത്ത് നമ്മൾ ട്രേഡ്സിൽ. നമ്മൾ 4 ലോട്ട്സ് വരെയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കൺഫർമേഷൻ ആയതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി 145 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്.
നമുക്ക് ഡേ ലോ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അഡീഷൻ കൂടി ചാൻസസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് മിനിറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 135.28 ലെവലിലേക്ക് ഒരു റീടെസ്റ്റും വരാൻ സാധ്യതയുണ്ട്. ഫൈവ് ലോട്ട്സ് ആയതുകൊണ്ട് നേരത്തെ ലെവൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രാപ്പായിരിക്കും, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. മേ ബി ഫുൾ ബാക്കിന് ശേഷം നമുക്ക് ഫൈനലായിട്ടൊരു ലോട്ട് കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അനദർ ലോട്ട് ആഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 5 ലോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് കൺഫർമേഷൻ വരുമ്പോൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. 150 ലെവലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. 145 ബ്രേക്ക് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 150, 160, 170. യെസ്, നല്ലൊരു സൈനാണ്. ഇപ്പോൾ കൺഫേം ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡേ ലോയിലേക്ക് ഫോളോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ഫോളോ മറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും കൂടെ തയ്യാറായിട്ട് വേണം ഈ രീതിയിലുള്ള അഡീഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. ഇപ്പോൾ 1000 rupees ലോസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4.5K ലോസ് വന്ന ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 22 പോയിൻറ്റ്സ് 1400 പ്ലസ് ഒരു 4500 എന്ന് പറയുമ്പോൾ ഒരു 6K അറൗണ്ട് ലോസ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ട്രേഡിൽ. 6K ടു ഒരു 6K to 7.5 8K ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കൺഫർമേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹയർ ലോ ഫോം ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഒരു ഹയർ ലോ ഫോം ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലോവർ ഹൈ ഫോം ചെയ്യുകയാണെങ്കിൽ സ്പോട്ടിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. മൊമെൻറ്റം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 135 ലെവലിലേക്കാണ് ഒരു പുൾ ബാക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റത്തിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കോൾ ഓപ്ഷൻ ബാക്ക് ടു കോസ്റ്റ് ഓൾമോസ്റ്റ് യെസ്. ഇത് നമ്മൾ 140 ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഇതിൽ ബുക്ക് ചെയ്യാൻ പറ്റും, അതിലൊരു സംശയമില്ല. ന്യൂ ഡേ ലോ ഫോം ചെയ്തിട്ടുണ്ട് കോൾ ഓപ്ഷനിൽ. നമുക്കിവിടെ ഞാൻ കാണിച്ചു തരാം. സ്പോട്ട് ചാർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലോവർ ഹൈ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രേഡ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ ആയിരിക്കും പ്രോഫിറ്റായിട്ട് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 5 ലോട്ട്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 20 പോയിൻറ്റ്സ് എന്തായാലും ഇതിൽ ടാർഗറ്റ് ചെയ്യാം. 20 പോയിൻറ്റ്സ് പ്ലസ് നമുക്ക് എന്തായാലും ടാർഗറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് 145 ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ 150 ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ഫോളോ വരുമോ നമുക്ക് നോക്കാം. യെസ്, 143 ലെവൽ, യെസ്, സംവെയർ അറൗണ്ട് 145 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് ഈ ഒരു ട്രേഡ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം. നമ്മുടെ ഡയറക്ഷനിലേക്ക് വരാനായിട്ട് നല്ല രീതിയിലുള്ള നമ്മളെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യും. മാർക്കറ്റ് ബാക്ക് ടു പ്രോഫിറ്റ്സ് 1K പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഫ്ലക്ച്വേഷനാണ് ഈ ഒരു ഹോൾ ട്രേഡിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റൂ. നമുക്ക് പെട്ടെന്ന് കയറി 10 പോയിൻറ്റ്സ് ബുക്ക് ചെയ്തു അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു ട്രേഡ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോ ലോട്ട്സ് അതിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ചാർട്ടിലൂടെ റീഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡേ ഹൈന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇൻ കേസ് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല ലോസ് ബെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. 4.5K ലോസ് വരെ പോയിട്ടുള്ളൊരു ട്രേഡാണ്. ഇപ്പോൾ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, 2K പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഡിസിപ്ലിനിൽ നമ്മൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു ട്രേഡിൽ
നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4K ലോസ് വന്നു കഴിഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്തു നമ്മൾ ആ ഒരു ഫിയറോടുകൂടി ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നിട്ടും കാര്യമില്ല, നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതിന് നമുക്ക് അത്രത്തോളം ഒരു ക്ലാരിറ്റി നമ്മളെടുക്കുന്ന ട്രേഡ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പം 2 ലോട്ട്സ് എടുക്കുന്നതിന് പകരം 1 ലോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു ലോട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഷുവറായിട്ടും ആഡ് ചെയ്യണം തന്നെയാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഒരു 2.5K പ്രോഫിറ്റ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഡേ ലോ ആണ്. ഡേ ലോ എടുക്കട്ടെ. അതുപോലെ തന്നെ 750 ലെവലിലേക്ക് ചാൻസസ് ഉണ്ട്. പക്ഷേ ഡേ ലോ എത്രത്തോളം മൊമെൻറ്റത്തിൽ ബ്രേക്ക് ചെയ്യണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര സമയം എടുക്കുമെന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സമയം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ വരികയാണെങ്കിൽ കുറച്ച് സമയം ഡേ ലോ ലെവലിൽ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഫോള് ടുവേർഡ്സ് അല്ലെങ്കിൽ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 22,750 കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ഡേ ഹൈ ലെവലോ അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ടുള്ള 22,700 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ അത് ബാക്ക് ടു 150 വന്നിരിക്കുകയാണ്. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യുന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ട്രേഡിൽ തന്നെ. ഡേ ലോ വന്നിട്ടുള്ള ന്യൂ ഡേ ലോ ഫോം ചെയ്തു 22,803. നല്ലൊരു ഫോൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് 160 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇപ്പോൾ നമ്മളൊരു 5K പ്രോഫിറ്റിലാണ്, ഗുഡ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം 160. ഇപ്പോൾ ഞാൻ 3 ലോട്ട്സ് സ്ക്വയർ ഓഫ് ചെയ്തു അറ്റ് 157.50. നല്ലൊരു ബുക്കിംഗ് ആണത്. ഇനി നമുക്ക് 160 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ആ ഒരു ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷറാണോ വരുന്നത് നോക്കാം. സെല്ലിംഗ് പ്രഷറാണെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാം, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 3 ലോട്ട്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 157.50 നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. 160, 170 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 2 ലോട്ട്സിൽ നമുക്ക് സുഖമായിട്ട് 160 വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാർട്ട് ഓഫ് അത് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു 6.1K ആണ് പ്രോഫിറ്റ് ഓവറോൾ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു 160 ചെറിയൊരു പ്രഷർ ഉണ്ട്. അപ്പോൾ മേ ബി ഈ ഒരു മൊമെൻറ്റത്തിൽ തന്നെ 170 വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും 150 ലെവൽ അല്ലെങ്കിൽ 160 താഴേക്ക് ഒരു ലോ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വരും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മളൊരു 6K പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് 750 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി പ്രീവിയസ് ഡേ ലോ ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ പുൾ ബാക്ക് വന്ന് ലോവർ ഹൈ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രേഡായിരുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രേഡിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. നമ്മൾ 5 ലോട്ട്സ് വരെ എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, 4 ലോട്ട്സ് 5 ലോട്ട്സ് ആഡ് ചെയ്യണം. പക്ഷേ ആഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ റൈറ്റ് അവേ ആഡ് ചെയ്യല്ല. നമുക്ക് ആ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം പ്രകാരം തന്നെ കൃത്യമായിട്ട് ആഡ് ചെയ്യണം. നമ്മൾ 6 ലോട്ട്സ് വരെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്തിട്ടൊരു 1 ലോട്ട് കുറവാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 ലോട്ട്സ് ആഡ് ചെയ്ത് നമ്മളൊരു 6.1K പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രേഡാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 775 ലെവലിലേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.